ഏത് ഒരു പാർട്ടിയിൽ മാത്രം ഭരണം ഒതുങ്ങി നിൽക്കുമ്പോൾ അത് ഏകാധിപത്യമായിട്ട് മാറും. അവർക്ക് കൂലിപ്പടയാളികളുണ്ടാവും. അവർ രാജ്യമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഭരിച്ച് മുടിക്കും. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് അതിനൊരു ഉദാഹരണമാണ്. സ്വരാജെ, സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങൾ അറിവുള്ളവനാണ്, പക്ഷേ എന്ത് ചെയ്യാം, വരുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് യാതൊരു ഇതില്ല. മതമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും വായി തോന്നുന്ന പറയുക എന്നുള്ളതാണ് ചെറുപ്പക്കാരനായ നിങ്ങളെ തോൽപ്പിച്ചത്. നല്ലൊരു കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകൾക്ക് വിജയിച്ചു. നല്ല കാര്യം. കോൺഗ്രസ് പുനർജനിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത പ്രാവശ്യത്തെ സംസ്ഥാന ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വരട്ടെ. ഒരു കാര്യം പറയട്ടെ, ഈ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ, ആ അധികാരമോഹികൾ ഒന്ന് ഒതുങ്ങി നിൽക്കുക. ചെറുപ്പക്കാർ കടന്നു വരട്ടെ. അവർക്ക് കൂടുതൽ വിജ്ഞാനവും അതുപോലെ തന്നെ വിവേകവും ഉണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി നന്നായി തല്ലുകൊണ്ടവരാണ്. അപ്പോൾ അവർ ആ ഭരണകൂടത്തിൻ്റെ മുകളിൽ വരുമ്പോൾ അവർ നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കും. ഇനി വരുന്ന ഒരു കോൺഗ്രസ് ഭരണമെങ്കിലും ഉമ്മൻചാണ്ടി നടത്തിയതുപോലെ വളരെ ജനോപകാരപ്രദമായിട്ട് നടത്തുക. അഴിമതിയില്ലാത്ത ഒരു ഭരണം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. വരുമല്ലോ, അടുത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അടുത്ത UDFൻ്റെ ഭരണം. പിന്നെ BJPയെ പറ്റി അതൊന്നും പറയണ്ട. അൻവർ സാഹിബേ, എന്തു പറ്റി? വജ്രഖനനവും അതുപോലെ റിസോർട്ടും എല്ലാം കൊണ്ട് പോയോ വോട്ടുകൾ? ഓർക്കുക, എടുത്തു ചാടി ഒന്നും പറയുന്നതിന് മുമ്പ് അൻവർ സാഹിബ് ഒന്ന് ഓർക്കണമായിരുന്നു, അല്ലേ? അൻവർ സാഹിബിന് ഖനനമാണ് നല്ലത്. ഇനിയും കുഴിച്ചുകൊണ്ടിരിക്കുക, വജ്രങ്ങൾ നേടട്ടെ. പൂർവ്വചരിത്രമൊക്കെ പറഞ്ഞ് നെഹ്റുജി വന്ന് താമസിച്ചു, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വന്ന് താമസിച്ചു എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് പൂർവ്വചരിത്രം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അൻവർജി സാഹിബേ, ഇനിയെങ്കിലും നന്നായിട്ട് ചിന്തിക്കൂ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ. അപ്പോൾ കോൺഗ്രസ്സിന് UDFന് ഒരു പിടി അനുമോദനങ്ങൾ.